കാണാനില്ലേ ഓടിവായോ. അയ്യോ കാണാനില്ലേ ഓടിവായോ. കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാണേ, ഇപ്പൊ നോക്കിയപ്പോ കാണാനില്ലേ. അയ്യോ 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 പോയേ പോയേ കാണാനില്ലേ. പൂളിക്കുട്ടിന്നാണല്ലോ നിലവിളി. ആരെങ്കിലും അയ്യോ ഇനി പൂവനെങ്ങാനും ഒന്ന് ചുമ്മാ ഇടി നെഗറ്റീവ് ഓളി. പൂവനെ കാണാതെ അവള് ഇത്രയും ബഹളം വയ്ക്കൂല. അല്ലേ തന്നെ എന്തായിരിക്കും കാണാതായത്? ஆடு உங்க மாப்பிள்ளையோட அந்த பக்கம் ஒன்னு போக சொல்லடி. ദേ നിങ്ങളൊന്ന് ചെന്നേ. നമ്മുടെ അയൽവക്കത്തുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചവച്ചോണ്ടിരുന്നാ മതിയാ? എഴുന്നേറ്റേ ഒന്ന് എന്ന് നോക്കിക്കേ. ദേ ആ പട്ടി ചെന്നിട്ടുണ്ട്, ഒന്ന് ചെന്ന് നോക്കിക്കേ. ചെല്ലുന്നേ. ആ ചെല്ലാടി, ചെല്ലാം. നമ്മളല്ലാതെ ആരെ ചെല്ലാനാ അവിടെ? ഞാൻ ചെല്ലാം. കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാണേ, ഇപ്പൊ നോക്കിയപ്പോ എന്നാ പെട മോളെ പറ്റിയത്? ആരാ കാണാതായത്? പെടമോളാ? എടാ ഭയങ്കരാ. അയാൾ എന്നെ പോലും ഇതുവരെ മോളൊന്നും വിളിച്ചിട്ടില്ല. അയാളുടെ ഒരു പെടമോള്. ஆடு உங்க மாப்பிள்ளை எந்த மாதிரி கொஞ்சலடி. அங்க பிரச்சனை பாக்குறதுக்கு போய அவங்க புதுசா பிரச்சனை பண்ண போறேன்னு சந்தேகம் இருக்கு எனக்கு. நீ கொஞ்சம் கௌரவமா பாத்துக்கோ, அல்லன்னா உனக்கு தான் பிரச்சனை. ഓ ഹതിയാനെ പറഞ്ഞോട്ടെ, എന്നെ പറഞ്ഞാ മതിയല്ല. ഇങ്ങ് വരട്ടെ മുതുക്കൻ, ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒലിപ്പിൽ ഞാൻ ഇന്നത്തോടുകൂടി നിർത്തി തരാം. പോട്ടടി, അവര് കാര്യം തിരക്കാൻ പോയതല്ലേ. ഏയ് ചെമ്പകം, കയ്യില് കുറെ എണ്ണ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. எதுக்கு எண்ணெய்? അല്ല, നന്നായി അവൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. அது சும்மா ஒரு மனசுக்கடி. ഇത്തിരി മയത്തിലൊക്കെ ആവാം കേട്ടോ. ശീലമായാച്ചു. അയ്യോ അയ്യോ പോയേ പോയേ കാണാനില്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുവേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ. അയ്യോ 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 ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണേ, ഇപ്പൊ കാണാനില്ലേ. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ 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 അയ്യോ. എന്റെ കോഴിപ്പെങ്ങളെ കരയാതെ കാര്യം പറ മോളെ, ഞാനിടപെടാം. നീ കരയാതെ. പൂവനെയാണോ കാണാതായത്? എന്നാ നീ പേടിക്കണ്ട. അവൻ രാവിലെ ഞങ്ങളുടെ തൊഴുത്തിന്റെ പുറകെ ചിക്കുന്നുണ്ടായിരുന്നു. അവനവിടെ പോവാനാ? ആ വീടിന് മുന്നിൽ കാണും. ഞാൻ അവനെ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അവൻ ഇനി ഒരു ചീത്ത പണിക്കും പോകത്തില്ല. മിടുക്കനാണ് അവൻ. പൂവനെയൊന്നും അല്ലേ. പിന്നെ മുട്ടൻ കറന്നതേ, താൻ പൂവനെ വല്ലാണ്ടങ്ങ് പുണ്യാളനാക്കണ്ട. തന്റെയൊക്കെ കൂടെ കൂടി അന്ന് മുതലാ എന്റെ പൂവൻ വഷളായി തുടങ്ങിയത്. പൂവന്റെ വക്കാലത്തായിട്ട് വന്നേക്കാണ് കാരണവര്. ஆஹா அவனுக்கு வயர் ஃபுல்லா கிடைச்சாச்சு, முட்டனு ஃபுல்லா கிடைச்சாச்சு. അവളുടെ കിട്ടി. ഇനി ഇവിടെ വന്നിട്ട് എന്റെ വക കൂടി കൊടുക്കാനുണ്ട് അയാൾക്ക്. അയാളുടെ ഒരു പെടമോള് വിളി എനിക്ക് ചോറിഞ്ഞു കേറണോണ്ട് എനിക്ക്. എടാവേ, നമ്മൾ ഇവരെ സഹായിക്കാൻ വന്നതാണ്, ഇവരുടെ വായിരിക്കണ കേൾക്കാൻ വന്നതാണ്. എടോ താനൊന്നും മിണ്ടാതിരിക്കും. ഞാൻ ചോദിക്കാം. ഞാനാണ് ഈ വീടും തൊഴുത്തും ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുവകളുടെയും സൂക്ഷിപ്പുകാരൻ ഞാനാണ്, ആണല്ലോ. അതിന്റെയൊക്കെ ചുമതല എനിക്കാണ്. ഞാൻ ചോദിച്ച് പരിഹാരം കണ്ടെത്താം. താൻ നോക്കിക്കോ. എന്റെ അമ്മാവനെ പഴയ ഡോഗ് സ്ക്വാഡിലുണ്ടായിരുന്നവനാ. ചില വിദ്യകളൊക്കെ എനിക്കും അറിയാം. കോഴിപ്പെങ്ങളെ പറ, എന്താണ് ഈ കൂട്ടിനകത്തുനിന്ന് കാണാതായത്? എന്താണേലും പറഞ്ഞോ. ഈ ഡോഗ്, ദ വാച്ച് ഡോഗ് കണ്ടെത്തിക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ എന്റെ പേര് അല്ലത് വേണ്ട, എന്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ തരും. ഇതെന്റെ വാക്കാണ്. ഇനി പറ, എന്താണ് കാണാതെ പോയത്? എന്റെ 3 മുട്ടയാണ് കാണാതായത്. അയ്യോ കൊടുക്കറ, എടുത്തു കൊടുക്കറ. അവൾക്ക് മുട്ട എടുത്ത് കൊടുക്കറ. അത് ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ്? അല്ല, നീ കയ്യിന്നോ മറ്റോ എടുത്തു കൊടുക്കാന്ന് വാക്കൊക്കെ കൊടുക്കണ്ടായിരുന്നല്ലേ? കൊടുക്കണില്ലേ ഇപ്പൊ? ഒന്ന് ബോർഡോടുന്നു. ഇവിടെ ഹണിമൂൺ പോലും കഴിഞ്ഞിട്ടില്ല. ഓക്കെ. എപ്പോഴാണ് ഈ മുട്ട കാണാതായത്? ഈ മുട്ട കാണാതായത് ആദ്യം കണ്ടതാരാണ്? പറയൂ. ഇത് എന്ത് കിഴങ്ങാണ് ഇവൻ ചോദിക്കണത്? ഞാൻ ഈ മുട്ട രാവിലെ സേഫായി വെച്ചതാ. എന്നിട്ട് ഇന്നലത്തെ ഇച്ചിരി പുഴുക്കലരിയുന്നത് ഞാനൊന്ന് തിന്നാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയി. ഞാൻ ഈ മൂദേവിയോട് പറഞ്ഞതാ, ഒന്ന് നോക്കണേ എന്റെ മുട്ടയെന്നോ, എന്റെ മുട്ട ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞതാ. നോക്കിയില്ല അവള്. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എനിക്ക് ആ പുഴുക്കലിൽ തിന്നാൻ പോവാൻ തോന്നിയത്. എന്റെ മുട്ടേ. ഓ പിന്നെ അവളുടെ മുട്ട നോക്കിയിരിപ്പല്ലേ എന്റെ പണി. അവനവന്റെ മുട്ട അവനവൻ നോക്കണം, അതാ കോഴി പ്രമാണം. എന്നാലും നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നോ പെങ്ങളെ? ഓഹോ, അപ്പൊ എനിക്കുള്ള പുഴുത്തലടി നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് തരുവോ? ഒരു ഉപദേശം വന്നേക്കണം. നീയാണ് ഇതിന്റെയൊക്കെ സൂക്ഷിപ്പുകാരനെന്നല്ലേ നീ പറഞ്ഞത്? നിന്റെ ചുമതലയാണ് ഈ മുട്ടയൊക്കെ സൂക്ഷിക്കേണ്ടത്. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. സത്യം പറയടാ, നീയല്ലേ മുട്ട എടുത്തത്? ദേ പെമ്പറന്നവരെ, ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഞാൻ ആ ടൈപ്പല്ല. എന്നാ നിന്റെ കെട്ടിയോളായിരിക്കും. അവള് പണ്ടേ ആ ടൈപ്പല്ലല്ലോ. ജേ പെണ്ണെ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലല്ല. എന്റെ തറവാട്ട് വീട്ട് അറിയാല, കോടിച്ച് തറവാട്ടിലേ ഞാൻ. എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ പുറത്തെടുക്കും. നീ ഒന്ന് 7 ജന്മം കുടിച്ച പോകാത്ത തെറി പറയും ഞാൻ. നീ ആ ചന്തയിലൊന്ന് അന്വേഷിച്ചാൽ മതി.
കൊടിച്ചി ഭാർഗവി ആരാണെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും മുട്ട കട്ടത് ഞാനാണെന്ന്. ഇവിടെ നിന്ന് ചാടി ഒരു കഴി തന്നാലല്ല അവിടെ കുത്തി കിടക്കുന്ന നീയോട്. ഭാർഗവി എന്നാ നിന്റെ ശരിക്കുള്ള പേര്? ആ ഭാർഗവി, എന്റെ പേരാ ഭാർഗവി എന്ന്. പിന്നെ ഇച്ചിരി സ്റ്റൈലിന് വേണ്ടി ഞാൻ ഭാർഗീന്നാക്കിയതാ. ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ ഞാൻ ഭാർഗിയ. എന്റെ അടുത്ത് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ഭാർഗവി ആകും, അല്ല കൊടിച്ചി ഭാർഗവി ആകും ഞാൻ. ആ പിന്നെ കോഴിപ്പെണ്ണെ, നീ ഞെട്ടരുത്, ഞാൻ അതിന് സത്യം പറയാം. എന്റെ ചേട്ടൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ഈ വീട്ടിൽ ആ ചെറുക്കൻ ജിമ്മിൽ പോയി ചേർന്നെന്ന് കേട്ട് ഇനി വരുമ്പോ ദിവസവും 4-5 മുട്ട പുഴുങ്ങി തന്നുവെന്ന് അവന്റെ അമ്മ എടുത്ത് പറയണമെന്നും കേട്ട്. എന്നിട്ടാ തള്ള സമ്മതിച്ച? ആ അത് പറഞ്ഞപ്പോ തന്നെ അവന്റെ അമ്മ അവനെ ആട്ടിവിട്ട്. പക്ഷെ എനിക്ക് അവനിൽ സംശയമുണ്ട്. അവൻ നിങ്ങൾ കാണാതെ മുട്ട എടുത്തിട്ടുണ്ടാവും, തിന്നിട്ടും ഉണ്ടാവും. എല്ലാവരും ഒന്നും മിണ്ടായിരുന്നേ. ഞാനൊന്ന് മണം പിടിക്കട്ടെ. മുട്ട എവിടെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മിണ്ടാരി. നിനക്ക് കിട്ടുന്നുണ്ടോടി? കിട്ടുന്നുണ്ട്. ആ എന്നാ അങ്ങോട്ട് നടന്നോ. ഓക്കേ. ഒരു ചെറിയ മണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടന്ന് പരിശോധിച്ചിട്ട് വരാം. നിങ്ങളോട് വെയിറ്റ് ചെയ്യ്. അവനാ മുട്ട വെച്ച് ഓംലെറ്റ് അടിച്ച് തന്നായല്ലേ. പുഴുങ്ങിയിരുന്ന് എനിക്ക് മണം കിട്ടത്തില്ലായിരുന്നു. എനിക്ക് മുട്ട പുഴുങ്ങിയാലും മണം കിട്ടും. വെറുതെ അല്ല, നമ്മൾ പണ്ടേ കെട്ടണ്ടായിരുന്നല്ലേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ശരിയാ വേഗം നടക്ക്. അല്ല, ആ നായ്ക്കൂട്ടൻ നമ്മ സൈഡാ അതാ அவங்க സൈഡാ? അവൻ നമ്മുടെ സൈഡത്തെ തന്നെയാ, പക്ഷെ അവന്റെ വയർ അപ്പുറത്തെ സൈഡിലാ.